ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ഇന്ന് കുറച്ച് വാക്യങ്ങൾ പറയട്ടെ. ചന്ദനമരത്തിൻ്റെയോ മുല്ലപ്പൂവിൻ്റെയോ സുഗന്ധത്തിന് കാറ്റിനെതിരെ സഞ്ചരിക്കാനാവില്ല. എന്നാൽ നന്മയുടെ സൗരഭ്യം കാറ്റിനെതിരെ പോലും സഞ്ചരിക്കും. അത് സ്വർഗത്തോളം ഉയർന്നു പോകും. ഇതുപോലെ തന്നെ ജാഗ്രതയും നന്മയുമുള്ളവൻ്റെ പാതകളിൽ ഒരിക്കലും കാമനകൾ വഴിമുടക്കില്ല. വഴിയോരത്തെ ചെളിക്കുണ്ടിൽ ആഴ്ന്നു കിടക്കുന്ന താമര പോലെയാണവൻ. നിത്യജാഗ്രത പ്രാപിച്ച് വീണ്ടും ജനിക്കുന്നവൻ. വിവേകത്തിൻ്റെ വെളിച്ചം അവനിൽ നിരന്തരമുണരും. വിത്തിൻ്റെ 4 സാധ്യതകളെപ്പറ്റി ഒരു ഗുരുവിചാരമുണ്ട്. 1. അത് വിത്തായി തന്നെയിരിക്കും. എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടാൻ തയ്യാറായിരിക്കെ നിങ്ങളൊരിക്കലും നിങ്ങളുടെ വാതിലുകൾ തുറക്കാത്ത അവസ്ഥയാണിത്. 2. സാധ്യത ആവശ്യത്തിലധികം ധീരതയുള്ളതായിരിക്കുക എന്നതാണ്. മണ്ണിൻ്റെ ആഴത്തിലേക്ക് ഊളിയിട്ടിറങ്ങുകയും മരണം വരിക്കുകയും പുറന്തോട് ഉപേക്ഷിക്കുകയും ഭൂമിയുടെ അംശമായി തീരുകയും ചെയ്യുക. ഇതിന് മഹത്തായ ധൈര്യം വേണം. എല്ലാ സുരക്ഷിതത്വവും ഉപേക്ഷിക്കുന്നതാണിത്. ശിഷ്യത്വം ഈയൊരു അപകടത്തിലേക്കുള്ള കുതിച്ചുചാട്ടമാണ്. വിത്ത് മണ്ണിൽ ലയിച്ചാൽ പിന്നെ അത് വിത്തല്ലാതായിത്തീരും. എന്നാൽ അനേകം വിത്തുകൾക്ക് അപ്പോഴത് ജന്മമേകുന്നുണ്ട്. 3. സാധ്യത വളരെ അപൂർവത നിറഞ്ഞതാണ്. പുഷ്പിക്കുന്ന ഘട്ടം. അത്യാർത്തിയിലും പിശുക്കിലും പലരും പങ്കുവയ്ക്കാൻ തയ്യാറാകാത്തതിനാൽ അപൂർവമായി മാത്രമാണ് ഇത് പലർക്കും സംഭവിക്കുന്നത്. പൂവായിത്തീരുക എന്നാൽ ഹൃദയം തുറക്കുക എന്നാണ് അർത്ഥം. ആത്മാവിനെ കൊടുക്കുന്ന പ്രവൃത്തിയാണിത്. യാതൊരു പിശുക്കുമില്ലാതെ പൂത്തുലയുകയും പൂക്കളാൽ നിറയുകയും പരിമളം പരത്തുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. 4. സൗരഭ്യത്തിൻ്റെ ഘട്ടമാണ്. നിങ്ങൾക്കത് മണക്കാനാകും, എന്നാൽ സ്വന്തമാക്കാനോ കൈപ്പിടിയിൽ ആക്കാനോ കഴിയുകയില്ല. മനുഷ്യനിലും ഈ 4 ഘട്ടങ്ങളുണ്ട്. ആരും ഒരു വിത്തു മാത്രമായി അവശേഷിക്കരുത്. അഹംബോധം വെടിഞ്ഞ് മണ്ണിൽ വീഴാൻ തയ്യാറാകും. സുരക്ഷയും രക്ഷാമാർഗവും വെടിയണം. എന്നാൽ വൃക്ഷം മാത്രമായി നിലനിന്നു പോകരുത് താനും. കാരണം പുഷ്പത്തിലൂടെ മാത്രമാണ് മരം അതിൻ്റെ സ്നേഹം പ്രകടമാക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിത്തായിരുന്നപ്പോൾ ഞാൻ സ്വീകരിച്ച സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ജലവും വളവും എപ്പോഴെങ്കിലും തിരിച്ചു നൽകണം. പൂവായും സൗരഭ്യമായും, യാതൊരു ഉപാധികളും കൂടാതെ. താങ്ക് യു.